എന്താ ഇത് സംഭവിച്ചത് അനൂപ്? സംഭവിക്കുന്നത് എന്താണ്? എന്താണ്? നിരപരാധിയാണ്. അത് തെളിയും. അത് നമ്മൾ തെളിയിക്കണമല്ലോ. ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. എന്താ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്കും അറിയാലോ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കണെന്നുള്ളത്. ഇതൊരു ട്രാപ്പാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അനൂപ്? തീർച്ചയായിട്ടും. ആരായിരിക്കും ഈ ട്രാപ്പ് ഒരുക്കിയേക്കുന്നത്? എനിക്കറിയില്ല. അത് പോലീസ് തീരുമാനിക്കും. അത് വരും, അന്വേഷണങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അത് വരും. ഇതിപ്പോൾ പ്രതി ചേർത്തിട്ടില്ലല്ലോ. ആരോപണമാണല്ലോ, പ്രതിയല്ലല്ലോ. ഇത് ഭയങ്കര നാടകീയമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കണൊക്കെ. വരും, തിരിച്ചു വരും. അനൂപ്, അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ള, അനൂപിനാണ് കത്ത് കൈമാറിയതെന്ന് പറയുന്നു, അതുള്ളതാണ്? ഇല്ല അല്ല അല്ല, ഇതൊന്നും സത്യമല്ല. ഇതെല്ലാം ചമച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ പറയട്ടെ, സിനിമ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചു വരും, തെളിയിക്കും. സത്യം ദൈവമൊക്കെ ഉണ്ടെങ്കിൽ വരും, നമ്മൾ വരും. അതോടൊപ്പം തന്നെ അനൂപ് ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ഒന്നുമില്ല. ഇത് നിങ്ങൾ കേൾക്കുന്നതും പറയുന്നതും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട്. നമ്മുടെ സത്യം തെളിയുമ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ നിന്നാൽ മതി. തീർച്ചയായിട്ടും നമ്മളെ വിശ്വസിക്കാം നിങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഇത്രയും ഒരാളെ പാടില്ല. ഭീര ചേട്ടൻ നീചകൃത്യം ചെയ്യുമെന്ന് അനൂപ് വിശ്വസിക്കുന്നു. എൻ്റെ ബ്രദറല്ലേ, എൻ്റെ ചേട്ടൻ. എനിക്കറിയില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഈ പറയുന്ന പോലെ ഇത്രയും നാണം കെടണോ കാര്യങ്ങളൊക്കെ? എന്താ ഉദ്ദേശിക്കണേ? ഇത്രയും മണ്ടത്തരം നമ്മൾ ചെയ്യുമോ? എന്തിനാണ്? അനൂപിന്റെ മൊഴി എടുക്കാൻ? എൻ്റെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അനൂപിനോട് ചോദിച്ചത്? എന്നോട് ചോദിച്ച കുറെ കോഴ്സുകൾ ചോദിച്ചു, ഡീറ്റെയിൽസ് കുറെ, ഇത് ആരൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചേട്ടനും മതിയായ തെളിവുകളോടുകൂടിയാണ് ഈ അറസ്റ്റ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തെളിവില്ല, 100% തെളിവില്ല. ഇത് സംശയം. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ടവറിൻ്റെ ഇതൊന്നുമല്ല. ഇത് കെട്ടിച്ചമച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പുറകിൽ ആളുണ്ട്. അത് നിങ്ങൾ വരും. അപ്പം നിങ്ങൾ നമ്മളെ അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് തെളിവ് വക്കീലും കാര്യങ്ങളുമായിട്ട് കേസ് പോകും. നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി, അത് വരും. ദിലീപ് എന്ന ആള് ഇത്രയും കേരളക്കാരെ അറിയുന്ന ആളല്ലേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പുള്ളി ചെയ്യുന്നു? ജനത്തോട് എന്താണ് പറയാനുള്ളത്? ജനത്തോട് നിങ്ങൾ കഴുതകളാവരുത്, പൊതുജനം കഴുതയാവരുത്. ഇതിൻ്റെ സത്യാവസ്ഥ വരും. ദൈവം എന്ന് പറയുന്നത് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇതേപോലെ ട്രാപ്പ് ഇനി സിനിമ ആർട്ടിസ്റ്റ്, സെലിബ്രിറ്റികൾ എല്ലാവർക്കും വരും. ഇനി ചേട്ടനെ എല്ലാവരും കൈവിട്ടില്ലേ? ദിലീപിനെ എല്ലാവരും കൈവിട്ടു എന്നുള്ളൊരു തോന്നലുണ്ടോ? അതിപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ അതൊന്നും ചിന്തിക്കാനുള്ള അവസ്ഥയിലല്ല. അതൊന്നും ഇപ്പം എനിക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് ആളെ സേഫ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഫേസ്ബുക്ക്, TV ഒന്നും ഞാൻ കാണാറില്ല. എനിക്കിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അനൂപ്, വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? അതായത് ജനത്തോട് എന്താണ് അനൂപിന് പറയാനുള്ളത്? ജനങ്ങൾ, നിങ്ങൾ പുള്ളിയെ പ്രതി ആയിട്ട് കാണരുത്. പുള്ളി തെറ്റുകാരനല്ല. സത്യം വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ തീർക്കാൻ നമുക്ക് കുറച്ച് സമയം വേണം. കാരണം എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. ഇത് ട്രാപ്പാണ്, ബിഗ് ട്രാപ്പ്. ഇതെല്ലാവർക്കും വരും. എങ്ങനെ ഈ ട്രാപ്പ്? എന്താണ് അനൂപ്, എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാളെ അത് നിങ്ങളിത് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾ വായിക്കുന്നില്ല. ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. അതാണ് പറയുന്നത്. ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നത് ദിലീപല്ല, ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന. അത് ഉഗ്രം ഗൂഢാലോചനയാണ്. സ്ക്രിപ്റ്റ്, സിനിമയെ വെല്ലുന്ന സ്ക്രിപ്റ്റാണ് നടന്നിരിക്കുന്നത്. എനിക്ക് പറയാൻ കഴിയില്ല. അതിനാണ് ഞാൻ അന്വേഷിക്കണം. ഇനി അതിന്റെ പുറകിലാണ്. അത് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ അനൂപ്, ഭൂമി ഇടപാട് സംബന്ധിച്ച് ഒന്നുമില്ല. നിങ്ങൾ കേൾക്കുന്നു പറയുന്നു ഒന്നുമില്ല. മഞ്ജുവിന്റെയും കാവ്യയുടെയും ബന്ധമാണ് ഇതിന് പ്രശ്നമെന്ന് പറയുന്നു. ഒന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ കേസ് ഇത് വന്നു, ഇത് വെച്ച് ഇത് തെളിഞ്ഞ് ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരും. കുടുംബത്തിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. അതൊന്നും ഞാൻ ഇപ്പം അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. ബ്രദർ എങ്ങനെയെങ്കിലും വരണം, അയാൾ സേഫ് ചെയ്യണം. ബ്രദറെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? 100%. എനിക്ക് കേൾക്കുന്ന പലരും പ്രതി എന്ന് ചേർക്കരുത്. ആരോപിതനാണ് പുള്ളി, പ്രതിയല്ല. തെളിവെടുപ്പും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിതൊന്നും കാണില്ല. കാരണം എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല. കേരളത്തോടൊപ്പം നിൽക്കണമെന്നാണോ പറയാനുള്ളത്? തീർച്ചയായിട്ടും. എല്ലാ പ്രേക്ഷകരോടും, എല്ലാ മലയാളികളോടും നമ്മുടെ കൂടെ നിൽക്കണം. നിങ്ങൾ വിശ്വസിക്കണം. രാംലീല റിലീസ് ചെയ്യുമോ?
രാംലീല അത് സംബന്ധിച്ച് വല്ലതും പറഞ്ഞിരുന്നു അനൂപ്? രാംലീല റിലീസ് ചെയ്യണമല്ലോ, അവർ കോടികൾ മുടക്കിയതല്ലേ, ചെയ്യണ്ടേ? വൻ വിജയമായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അത് സിനിമയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. എങ്കിലും ആരെങ്കിലും പടം പൊളിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ? അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞിരുന്നു ദിലീപ്? ഒരു എല്ലാ സിനിമകൾ വരുമ്പോഴും അജണ്ടകൾ ഈ പറഞ്ഞ പോലെ ന്യൂസുകളും പുള്ളിയെ ആക്രമിച്ചിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ എന്തിൻ്റെയൊക്കെയോ ഭാഗങ്ങളാണ്. അതായത് ദിലീപിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമമുണ്ടെന്ന്, അതാണല്ലോ ഇതിപ്പോൾ ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ. എന്തായാലും പ്രേക്ഷകരെ വരും, പുള്ളി തിരിച്ചു വരും. 100% പെർഫെക്റ്റ് ആണ്, പുള്ളി നിരപരാധിയാണ്. എനിക്കതേ പറയാം. ശരി. താങ്ക് യു. ഹലോ.